വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മാങ്ങ ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അച്ചാർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പ് വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. രാത്രിയിൽ ഇങ്ങനെ ചെയ്തിട്ട് രാവിലെ എടുത്ത് അച്ചാർ ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് നല്ല നീരിറങ്ങി വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായി തുടങ്ങാം. നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അച്ചാർ കൂടുതൽ ടേസ്റ്റി. 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. 750 ഗ്രാം മാങ്ങയുടെ അളവാണ് ഞാനിവിടെ പറയുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. കടുക് പൊടിച്ചെടുത്തത് 1.25 ടീസ്പൂൺ, ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 5 ടീസ്പൂൺ. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. തീ നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കാവൂ. ഇല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മാങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും അച്ചാർ വയ്ക്കരുത്. ഗ്ലാസിൻ്റെ കുപ്പിയാണ് എപ്പോഴും നല്ലത്. ഇത് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് കുറച്ച് നാൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ അച്ചാർ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്